പാട്ട ബറോസ് മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ വെറുപ്പിക്കലാണോ? ബറോസ് വെറുപ്പിക്കലാണോ എന്ന് ചോദിച്ചാൽ ആ തരത്തിലുള്ള റിവ്യൂകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ മോഹൻലാൽ തന്നെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഞാൻ ഈ ബറോസിൻ്റെ റിവ്യൂ പലരും പറയുന്നതിൻ്റെ എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല. ഒരാൾ പറഞ്ഞതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, ബറോസ് ഇറങ്ങി പ്രണവ് നാട് വിട്ടു. അതായത് മോഹൻലാലിൻ്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിക്കൊണ്ടൊരു സംഘടിത ആക്രമണം നടത്താൻ ചില ആളുകൾ തുനിഞ്ഞിറങ്ങാറുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് നല്ല സിനിമകൾ വരും ഞങ്ങൾ കാണും, ഇല്ലെങ്കിൽ കാണില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ബറോസ് എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാനടൻ്റെ ജീവിതത്തിനിടയിൽ ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആദ്യം ബറോസ് പോലൊരു സിനിമ സംവിധാനം ചെയ്തു എന്ന് ചോദിച്ചാൽ, വളരെ കുട്ടികളുമായി ബന്ധപ്പെട്ട വളരെ മികച്ച ഒരു സിനിമ. അതായത് കുട്ടികളും ഒരു ഭൂതവും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു സിനിമ. ആ സിനിമ ഓവർ ഹൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ലാലേട്ടൻ പറഞ്ഞത് ഇത് ഒരു മാജിക്കൽ സിനിമയാണ്, നിങ്ങൾക്കൊരു മാജിക്കൽ ഒരു അനുഭവം ഇതിലൂടെ ഉണ്ടാവും, നല്ലൊരു 3D സിനിമയാണ്, ആ തരത്തിൽ ഒരു കൊച്ചു സിനിമയായിരിക്കും ഇതൊരു കുട്ടികൾക്കുള്ള ചിത്രമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടികൾക്കുള്ള ചിത്രമാണ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം പറഞ്ഞത് ഓവർ ആക്ഷനുകളോ ഈ പറയുന്ന വയലൻസോ അല്ലെങ്കിൽ അതിഭീകരമായ പ്രണയരംഗങ്ങളോ ഇനി പിന്നെ ഇപ്പോൾ ഇതുപോലെ ഈ പുതിയ തലമുറയിലെ ആളുകൾ ഇറക്കുകൊണ്ടിരിക്കുന്ന കഞ്ചാവ് പടങ്ങൾ പോലത്തെ പടങ്ങളോ ഒന്നും അല്ല. ഇതിൽ പിന്നെ ആത്യന്തികമായ പ്രകൃതിയുടെ രമണീയമായ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മനോഹരമായ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമി ഏത് രീതിയിലാണ് നിൽക്കുന്നത്, ഇവിടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയല്ല ബറോസ്. അതൊരു മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെ, അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ ഭൂതം പോലെ ഒക്കെയുള്ളൊരു സിനിമ. അതിലേക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു ലോക നിലവാരത്തിൽ 3D എഫക്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ, അതും ആണ് ബറോസ് എന്ന് പറയുന്നത്. ആളുകൾ ഈ സിനിമയെ, മോഹൻലാലിൻ്റെ ഫാൻസ് പോലും ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ സിനിമയെക്കുറിച്ച്. കാരണം അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട്. ഈ സിനിമയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? തിയേറ്ററിൽ പോയി ആ സിനിമ കാണുന്നു. ആ സിനിമയ്ക്കകത്ത് ഒരു മഹാമോശം സിനിമയാണ് ഒരാൾ ചെയ്തു വെച്ചതെങ്കിൽ അതിനെപ്പറ്റി പറയാം, പ്രശ്നമുണ്ട് എന്ന് പറയാം. പക്ഷേ ബറോസിനെ പറ്റി ഭൂരിഭാഗം ആളുകളോട് ചോദിക്കുമ്പോൾ ഒരു കുട്ടികൾക്ക് കാണാൻ പറ്റിയ, ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു കൊച്ചു സിനിമ, ഒരു നല്ല സിനിമ. അതായത് നല്ല സിനിമ എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ആവിഷ്കാരങ്ങളിൽ ഒരു സന്ദേശമൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ മാത്രമാണ് ബറോസ്. പിന്നെ 3D എഫക്റ്റും അതിൻ്റെ സാങ്കേതിക മികവും ഒക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. പക്ഷേ ഇവിടെ ചില ആളുകൾ വന്നിരുന്നിട്ട് ഇപ്പോൾ അശ്വന്ത് കോക്കിനെ പോലൊക്കെയുള്ള റിവ്യൂവേഴ്സ് ഉണ്ട്. അശ്വന്ത് കോക്കൊക്കെ കുറച്ചും കൂടെ ജെന്യുവനായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം റിവ്യൂ ചെയ്തത് മോഹൻലാൽ മൊട്ടയടിച്ച് ചെയ്തതിന് കൊണ്ട് അദ്ദേഹം രാത്രി പപ്പടോ ഉഴുന്നോ അങ്ങനെ എന്തോ ഒരു സാധനം തലയിൽ തേച്ചിട്ട് വന്നിട്ട് വളരെ മോശം രീതിയിലാണ് അദ്ദേഹം റിവ്യൂ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണത്. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ കോക്ക് പറഞ്ഞ സിനിമയെല്ലാം നല്ല സിനിമയായിരിക്കും എന്ന് കരുതുന്ന ആളുകളും കോക്ക് മോശം പറഞ്ഞതെല്ലാം മോശമായിരിക്കുമെന്ന് കരുതുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്വന്തം ബുദ്ധിയോ വിവരമോ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദന നിലവാരമോ അല്ല, മറ്റൊരാൾ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആളുകളുണ്ട്, അതായത് റിവ്യൂ കണ്ടിട്ട് ഈ പറയുന്ന ചില എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പോയി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ റിവ്യൂകളൊക്കെ വരണം, നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട്. പക്ഷേ ഈ തരത്തിൽ പിന്നെ ഒരു സിനിമയെ മഹാമോശം സിനിമയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ മാത്രമുള്ളതൊന്നുമല്ല ബറോസ് എന്ന് പറയുന്നത്. ബറോസിൽ ഈ പറയുന്ന ലൂസിഫറിനെ പോലെയോ അല്ലെങ്കിൽ എമ്പുരാനെ പോലെയോ നരനെ പോലെയോ പുലിമുരുകനെ പോലെയോ ഉള്ള ഒരു സിനിമയൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് പോവേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ കോക്കിൻ്റെ ഒരു റിവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി, അതുപോലെ തന്നെ അതിൽ പറയുന്ന ചില കാര്യങ്ങളെപ്പറ്റി, ഈ ഉറങ്ങിപ്പോകുന്ന തരത്തിലുള്ള സിനിമയാണ് എന്ന തരത്തിലൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ കണ്ടു. ഇവരെന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നാണ്. കാരണം ഒരു കുട്ടികളുടെ പടത്തിൽ ആ ചേരുവകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിലപ്പുറത്തേക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ഒരു ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന, ഒരു കുട്ടികൾക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ കാണേണ്ടതിന് പകരം അതിനെ പൂർണ്ണമായും വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ചു വെച്ച കുറേ സിനിമകളുടെ സമ്മർദ്ദം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആറാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ മോഹൻലാൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആറാട്ട് പോലെ തന്നെ
മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇത് രണ്ടും കണ്ട ആരും ആ സിനിമ രണ്ടെണ്ണത്തിനെയും കുറ്റം പറയും. അത്രയ്ക്ക് ഞാൻ പറയില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട 2 സിനിമകൾ. അപ്പൊ അല്ല, എന്റെ ആസ്വാദന നിലവാരം എത്രയാണ് എന്നല്ലേ നീ ഇപ്പൊ ചിന്തിക്കുന്നത്? അല്ല അങ്ങനെയല്ല, ചിലപ്പോൾ അത് ധന്യക്ക് ഇഷ്ടമായിരിക്കാം. കാരണം ധന്യയുടെ ഇഷ്ടത്തെ ഞാൻ എതിർത്ത് പറയും, എനിക്ക് എന്ത് അവകാശമാണുള്ളത്? കാരണം ധന്യ അത് ഇഷ്ടപ്പെട്ടോ, ആഹാ കൊള്ളാലോ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ധന്യക്കത് ഇഷ്ടപ്പെട്ടല്ലേ എന്ന് പറയാനൊന്നും എനിക്ക് യാതൊരു അവകാശവുമില്ല. എന്റെ നിർബന്ധത്തിലാണ് ആ സിനിമ കാണാൻ വേണ്ടി എന്റെ ഫാമിലി ഫുള്ള് തിയേറ്ററിലേക്ക് വന്നത്. എനിക്കത് കാണണം എന്നുള്ള എന്റെ പിടിവാശിയാണ് വരുന്നത്. കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ബാക്കി കസിൻസും ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരും എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ സിനിമ എന്നെ തൃപ്തിപ്പെടുത്തി. എൻ്റെ ഒരു ആസ്വാദന ബുദ്ധിയുടെ ഇത് വെച്ചിട്ട് എന്നെ ആ സിനിമ തൃപ്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ആ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ കാഴ്ചയുടെ രീതിയാണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കൂ. അല്ല, അതാണ് ശരിയും, അതാണ് യഥാർത്ഥത്തിൽ ശരിയും. ഏത് സിനിമയും ആയിക്കോട്ടെ, ആ സിനിമ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ജഡ്ജിമാരെ പോലെ ഇരുന്ന് വിധിക്കുകയാണ്. ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ സിനിമയുടെ സിനിമാറ്റോഗ്രഫി, സംവിധാനം, നിർമ്മാണത്തിൽ കൊടുത്ത പൈസ തുടങ്ങിയ എല്ലാ കാര്യത്തെപ്പറ്റി നമ്മൾ ഇരുന്ന് വിധിക്കുകയാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. മറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിരിക്കാം അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കൂ എന്നതിന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ പരോക്ഷമായ ഒരു മനുഷ്യനെ കൊണ്ട് ഈ സിനിമ കാണരുത് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള റിവ്യൂവിംഗ് ആണ് പല കാര്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയിൽ വയലൻസ് ആ വയലൻസ് ആണ് അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ആ സിനിമയ്ക്കകത്ത് കഥ വലിയ ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥ വലിയ സംഗതികളൊന്നുമില്ല. ആ സിനിമയുടെ ഏറ്റവും പ്രധാന ഐറ്റം എന്ന് പറയുന്നത് വയലൻസ് ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അവിടെ കൊണ്ടുപോയിട്ട് എന്താണ് ഇതിൽ കഥയ്ക്കൊരു ലോജിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ? അങ്ങനെ പറയുന്നവരോട് നമുക്ക് പുച്ഛം മാത്രമേ പറയാനുള്ളൂ. കാരണം അതല്ല ആ സിനിമ എന്ന് പറയുന്നത്. അവിടെ അതില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ബറോസിലേക്ക് വരുമ്പോൾ 3D എഫക്റ്റോ അല്ലെങ്കിൽ മാജിക്കൽ സംഗതികളോ ഒന്നുമില്ല. അതിനൊരു ഇതില്ല എന്നാണ് പറയുന്നത്. കാരണം യുവാക്കൾക്കോ ആളുകൾക്കോ ഒന്നും പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ഫാൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ഹാർഡ് കോറായി ഇഷ്ടപ്പെട്ട് അടി മോഹൻലാൽ വരുന്നടാ എന്ന് പറയുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് കരുതുന്ന ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാം മോശമാണ് എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. മാത്രമല്ല, കുട്ടികളെ കൊണ്ടുപോയി കാണിക്കേണ്ട, ഫാമിലിയെ ഭാര്യയും ഭർത്താവും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കാണേണ്ട ഒരു എന്താണ് എൻ്റർടൈൻമെൻറ്റ്, ഒരു ആക്ഷൻ സിനിമയൊന്നും അല്ല. ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ പോയി കാണേണ്ട സിനിമയാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല സിനിമ ചെയ്യുന്ന ആൾ മോശക്കാരനാണ് എന്ന അർത്ഥവുമില്ല. മോഹൻലാൽ ആദ്യം ഇതൊരു ഭയങ്കരമായ പണമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് പറയാം. ഇതല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അല്ല, അശ്വന്ത് ഗോക്കിനെ പോലുള്ളവർ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് നല്ല സിനിമാ പ്രേമികൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ മൈ ഡിയർ കുട്ടിച്ചാത്ത സിനിമ ഇറങ്ങിയപ്പോൾ അശ്വന്ത് ഗോക്കൊക്കെ ഉണ്ടോ? അല്ല ഈ പറയുന്ന റിവ്യൂവറൊക്കെ ഉണ്ടോ? അന്ന് നമ്മളാരും സിനിമ കാണാൻ പോണത് ഇവർക്ക് പൈസ കിട്ടാനായിട്ട് അവരൊക്കെ ഓരോ സിനിമ കണ്ടിട്ട് വന്നിരുന്ന തള്ളുന്നതൊന്നും കണ്ടിട്ടല്ല നമ്മളാരും സിനിമയ്ക്ക് പോകുന്നത്. ഞാൻ ഇന്ന് വരെ ഈ അശ്വന്ത് ഗോക്ക് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടില്ല. ചില വാർത്തകൾക്ക് വേണ്ടി ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാനായിട്ട് നോക്കും. അതിലപ്പുറം അശ്വന്ത് ഗോക്ക് എന്നല്ല ആര് റിവ്യൂ പറയുന്ന കാര്യങ്ങളും കേട്ടിട്ട് ഒരു പറ്റം ആളുകൾ സിനിമയ്ക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോയി കണ്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. ഇപ്പോൾ ക്ഷമിക്കുക, വിജയുടെ ഒരു സിനിമ ഇറങ്ങി, ലിയോ. ഞാനൊക്കെ വിജയുടെ വലിയ ആരാധികയാണ്, ഭയങ്കര വലിയ ആരാധികയാണ്. ലിയോ സിനിമ കണ്ടിട്ട് എനിക്ക് ആ സിനിമ സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. എന്നോട് ആളുകൾ വന്നിട്ട് സിനിമ എങ്ങനെ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു, വലിയൊരു വിജയുടെ ആരാധകർക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ, അല്ലാണ്ട് വിജയുടെ സിനിമ ഇറങ്ങി എന്നാ ഒന്ന് കണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വരുന്നവർ വെറുതെ പൈസ കളയുന്നതാണ്. ആരാധകർ എന്ന് പറയുന്ന ഒരു പറ്റ ആളുകൾക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അതിലപ്പുറം ഒന്നും ആ സിനിമയിലൊന്നുമില്ല. നമ്മൾ ആ രീതിയിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെ കാഴ്ചപ്പാട് പോലെയല്ല എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് പിന്നെ ഇപ്പോൾ സിനിമയിലൊരു പ്രൊഡക്ഷൻ ബോയ്ക്ക് അറിയാവുന്ന സിനിമയിലെ കാര്യങ്ങൾ പോലും അശ്വന്ത് ഗോക്കിന് അറിയണം എന്നില്ല. അതെവിടെയെങ്കിലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ആ സിനിമയുടെ കുറേ വേഷങ്ങളൊക്കെ കെട്ടിവെച്ചുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഇരുന്ന് പറയുന്നത് കേട്ടിട്ടല്ല ആളുകൾ സിനിമയെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ് പോലും വളർന്നു വരില്ല. ഈ ഉണ്ണി മുകുന്ദൻ പോലും ഇയാളൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് സിനിമ കാണാൻ പോയത്. ജനം തീരുമാനിക്കും, അവർക്കറിയാം എന്താണ് എന്നുള്ളത്.
പിന്നെ ഇവരൊക്കെ അരി ഉണ്ടാക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് പറയണതൊക്കെ എന്തിനാണെന്നും ഇവർ കുറേ ആളുകളെ തെറി വിളിച്ചിട്ട് അവർക്ക് കുറേ പണം കിട്ടുമെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പേരുണ്ട്, ഒരു 100 പേരെ എടുത്താൽ ഒരു 20 പേര് അവർ പറയുന്നത് കാണാൻ ഉണ്ടാവുമായിരിക്കും. ബാക്കി 80 പേരും സിനിമ നല്ലതാണോ ചീത്തയാണോ, സംവിധായകൻ ആരാണ്, അഭിനേതാക്കൾ ആരാണ്, ഇത് നോക്കി സിനിമയ്ക്ക് പോകുന്നവരാണ്. ബറോസ് നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകരായിട്ട് എടുക്കട്ടെ, അത് വലിയ സംഭവങ്ങളൊന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ. കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ എൻജോയ് ചെയ്യട്ടെ, അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എന്തിനാണ് ഓരോരുത്തർ ഇറങ്ങുന്നത്? അതെ അതെ തീർച്ചയായും. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് 3D എഫക്റ്റിൽ ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് ബറോസ്. അല്ലാതെ OTT ഇറങ്ങിയിട്ട് കണ്ടിട്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. കാണാൻ അതെ മാത്രമല്ല എനിക്കതിന്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കാണാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ അത് കാണാൻ പോകുന്നുണ്ട്. അല്ല മാത്രമല്ല ഈ ആ ഒരു പോർച്ചുഗീസ് കഥയും ഒക്കെ ബന്ധപ്പെട്ട് നിധി കാക്കുന്ന ഭൂതം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കഥകൾ, ഇതൊക്കെ ആളുകൾക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റി മാത്രമാണ്, അല്ലാതെ വയലൻസും ആക്ഷനും പ്രകൃതി ഭംഗിയുള്ള പടങ്ങളും കഞ്ചാവ് പടങ്ങളും മാത്രമാണ് പടം എന്ന് ഒരു യുവതയെ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ലാത്ത ഒരുപാട് നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പോവുക, നിങ്ങൾ കാണുക, നിങ്ങൾ വിധിക്കുക. ഒരു തിയേറ്റർ റിവ്യൂ ഒക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ആവറേജ് ആണ്, നല്ല പടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. തീർച്ചയായും. ആറാട്ട് പോലൊരു സിനിമ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ പറയും എൻ്റെ നിലവാരം എത്രയാണെന്ന് മനസ്സിലാവുമെന്ന്. എൻ്റെ നിലവാരം സിനിമയെക്കുറിച്ച് എനിക്ക് വലിയ ബോധമൊന്നുമില്ല. പക്ഷെ എന്നെ അത് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അത് മാത്രമേ ഞാൻ ആർക്കും വലിയ ബോധമൊന്നുമില്ല. നമ്മളെ രസിപ്പിക്കുന്നുണ്ടോ, നമ്മുടെ ബ്രെയിന് സന്തോഷം ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് വിശദമായി പഠിച്ച് സിനിമയെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന, കൃത്യമായി വിശകലനം ചെയ്യുന്ന ആളുകളായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾ എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അതൊക്കെ വെറുതെ ഇങ്ങനെ തട്ടിവിടുന്നതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞതുകൊണ്ട് നാളെ മുതൽ മോഹൻലാൽ പട്ടിണിയിലാവും. അല്ല, ഇത് കോക്കിന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അല്ല, നമ്മൾ അരി വാങ്ങാൻ വേണ്ടി കിടന്ന് ജോലി ചെയ്യുന്നു, കോക്കു അരി വാങ്ങാൻ വേണ്ടി. പക്ഷെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നാൽ കുറച്ചും കൂടി നല്ലത്.